യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ദൈവമായ കർത്താവെ, അങ്ങയുടെ തിരുവചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി തന്നതിനെ ഓർത്ത് ഞങ്ങൾ എല്ലാവരും അങ്ങയോട് നന്ദി പറയുന്നു. ദൈവമായ കർത്താവെ, ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ഗ്രന്ഥം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ ദൈവമക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ. രോഗാവസ്ഥയിൽ കഴിയുന്ന, പൈശാചിക ബന്ധനത്തിൽ കഴിയുന്ന, വളരെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കപ്പെടുന്ന, രോഗപീഠകൾ അനുഭവപ്പെടുന്ന മക്കൾക്ക് വേണ്ടി ഈ തിരുവചനം അങ്ങ് ഒരു വലിയൊരു അഭിഷേകമായി കൊടുത്ത് അനുഗ്രഹിക്കണമേ. വചനം ഇപ്രകാരം സംസാരിക്കുന്നു. മത്തായി 9:27, 28, 29, 30 തിരുവാക്യങ്ങൾ. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ദൈവമായ കർത്താവ് അന്ധനെ സൗഖ്യപ്പെടുത്തിയ ഭാഗങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു വചനം കൊണ്ടാണ് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചത്. ദൈവവചനത്തിൻ്റെ ശക്തി എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം തിരുവചനം, ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. കാരണം ദൈവവചനത്തിൻ്റെ വലിയൊരു ശക്തിയാണ് നമുക്ക് ഈ സന്ദേശത്തിലൂടെ ലഭിക്കുന്നത്. കർത്താവിൻ്റെ വലിയ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. കർത്താവ് ദൈവവചനമായിരുന്നു. പിതാവായ ദൈവം അയച്ച ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനായ ആ പൊന്നുതമ്പുരാൻ്റെ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ രോഗപീഠകളൊക്കെ ലൂക്കാ 6:19, മത്തായി 9:27 മുതൽ 30 വരെയുള്ള തിരുവാക്യങ്ങളുടെ അഭിഷേകം കൊണ്ട് ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു എന്ന വചനത്തിൻ്റെ അഭിഷേകം ദൈവമേ എല്ലാ മക്കൾക്കും കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപ നിറയട്ടെ. കർത്താവിൻ്റെ കരുണ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങളുടെ രോഗാവസ്ഥയിലൊക്കെ സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട സന്ദേശം രോഗാവസ്ഥയിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ തിരുവചനമാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.